കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണ നടത്തിയ ഓണച്ചന്തകളെക്കുറിച്ച് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ ആരോപണം ശരിയല്ലെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ ഗ്രൂപ്പുകളിലെ അംഗങ്ങളായ സംരംഭകർ സ്വന്തമായി നിർമ്മിച്ചും അല്ലാതെയും കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതിയായ കച്ചവടമാണ് ഇത്തവണ ലഭിച്ചതെന്നും MRCയുടെ തീരുമാനപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ 6 ദിവസമായിട്ടായിരുന്നു നമ്മൾ 2 മേളകളാണ് നടത്തുന്നത്. ഓണം അനുബന്ധിച്ചിട്ടുള്ളത് അത് 2 മേളകൾക്കായിട്ട് സംസ്ഥാന മിഷൻ ജില്ലാ മിഷന് നൽകുന്നത് വെറും 20,000 രൂപയാണ്. അപ്പോൾ ഈ 6 ദിവസത്തെ പന്തല്, ലൈറ്റ് ആൻഡ് സൗണ്ട്, മറ്റു കാര്യങ്ങൾ, ചെയറ്, മറ്റു കാര്യങ്ങൾക്കൊക്കെ പാടെ നമുക്ക് പിന്നെ ഈ കൂപ്പൺ അടയ്ക്കാനുള്ള ക്യാഷ് ഒക്കെ പാടെ നമുക്ക് ഈ 20,000 രൂപയിൽ ഒതുങ്ങില്ല. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു 10% സംരംഭകരോട് ചോദിച്ചിട്ടുള്ളത്. തിരുവാലീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇത് MRCയുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ CDS മീറ്റിംഗ് ചേരുകയും അതിനുശേഷം പിന്നെ സംഘാടക സമിതി വിളിച്ചു ചേർക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയും CDSന്റെ ഭരണസമിതിയും കൂട്ടായി നിന്നിട്ട് സംഘാടക സമിതി വിളിച്ചു ചേർക്കുകയും സംരംഭകരുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആദ്യം തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടായിരുന്നു ഈ കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട അവരെ പറയുകയാണെങ്കിലും അവർ നമ്മുടെ സംരംഭകരാണ്. അവരെ നമുക്ക് തെറ്റായ രീതിയിൽ ആരോ എന്തോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ മാത്രമായിരിക്കും അവരങ്ങനെ ഒരു ന്യൂസ് കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ അവര് 5 വർഷമായിട്ട് അവര് സ്ഥിര വിപണന കേന്ദ്രമായിട്ട് അവിടെ നടത്തുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് CDS ആണ്. CDSനെ അവര് വന്ന് സമീപിക്കുകയും അവർക്ക് സ്ഥിരമായിട്ട് കച്ചവടം നടത്താനുള്ള ഒരു വേദി ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനാവശ്യമായ ഷാമിയാന, അവർക്ക് ആവശ്യമായ ടേബിൾ, ചെയർ ഒക്കെ നമ്മൾ CDS ഒരുക്കി കൊടുത്തിട്ടുള്ളതാണ്. അതിന് ഇന്ന് വരെ ഒരു വാടക പോലും CDS ഈടാക്കാറില്ല. 100 രൂപ കൂപ്പൺ നേരത്തെ തന്നെ കുടുംബശ്രീ വഴി കൈമാറി വീടുകൾ കയറി വിൽപ്പന നടത്തിയിരുന്നു. ആ കൂപ്പണുകൾ ഓണച്ചന്തകളിൽ തിരിച്ചെത്തിയത് വഴിയാണ് ഇത്തവണ മികച്ച കച്ചവടം ലഭിച്ചത്. വണ്ടൂർ ബ്ലോക്കിലുള്ള MERCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 6 CDSകളിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് എടുത്ത ഒരു തീരുമാനമാണ് ചന്തയിലെ സംരംഭകരുടെ കയ്യിൽ നിന്ന് 10% കമ്മീഷൻ വാങ്ങുക എന്നുള്ളതും അതുപോലെ തന്നെ അയൽക്കൂട്ട അംഗങ്ങളെ ചന്തയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി കൂപ്പൺ സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതും സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ സെയിൽ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം ഒന്നിച്ച് MERCയിൽ ഈ 6 CDSകളിലും എടുത്ത തീരുമാനമാണ്. 6 CDSകളിൽ അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പാണ്ടിക്കാട് CDSന്റെ ചെയർപേഴ്സണാണ്. പാണ്ടിക്കാടും ഇതുപോലെ കൂപ്പൺ സംവിധാനത്തിലൂടെയാണ് സെയിൽ നടത്തിയിട്ടുള്ളത്. അവിടെയുള്ള സംരംഭകരെല്ലാം സംതൃപ്തരാണ്. ഇപ്പോൾ 2-3 ദിവസം ഞങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അവർക്കെല്ലാം കച്ചവടം കൂടിയിട്ടുണ്ട്, നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പറഞ്ഞു. കുടുംബശ്രീ ചന്തകൾ നടത്തുന്നതിന് ജില്ലാ മിഷനിൽ നിന്നും ലഭിക്കുന്ന തുക പരിമിതമാണ്. അതുകൊണ്ട് സമ്മാന കൂപ്പൺ വഴിയും സംരംഭകരിൽ നിന്നും ചെറിയ തുക ഈടാക്കിയുമാണ് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. വണ്ടൂർ ബ്ലോക്കിലേത് 6 പഞ്ചായത്തുകൾ ഉൾപ്പെട്ട MRC ആണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ M. സുബൈദ പാണ്ടിക്കാട്, ബ്ലോക്ക് കോർഡിനേറ്റർ M. രമ്യ, P. സിന്ധു, EK. രാജശ്രീ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.